ഹായ്. കൊച്ചു വീഡിയോ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ വലിയ വീഡിയോ ഒന്നും ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്. ഈ കണ്ണ് ശരിക്കും കാണുന്നില്ല, കണ്ണിൻ്റെ രണ്ട് വ്യത്യാസം അറിയുന്നില്ല. അപ്പോൾ ഇന്ന് മോൾക്ക് സുഖമില്ലാണ്ട് ജോലിക്ക് പോയിട്ടില്ല, ഒരു മാസമായി ജോലിക്ക് പോയിട്ട്. അപ്പം 1-ാം തീയതി തൊട്ടിട്ട് ജോലിക്ക് പോകാൻ വേണ്ടി നിൽക്കുക. നമ്മൾ ആദ്യത്തെ വീട്ടിൽ നിന്ന് രണ്ടാമത്തെ വീട്ടിലേക്ക് വന്നു കേട്ടോ. ആദ്യത്തെ വീട് മൊത്തം ചോരിനതായിരുന്നു. മൊത്തം ചോരുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരിക്കാനൊന്നും പറ്റില്ല. നമ്മൾ കിടന്നിട്ടുണ്ടെങ്കിൽ എണീറ്റ് ഓടണം രാത്രിയൊക്കെ, അങ്ങനത്തെ ഒരു വീടായിരുന്നു. അപ്പം നമ്മളവിടെ നിന്ന് മാറിയിട്ട് ഇപ്പം നമ്മൾ ഒരു ശോഭാ തിയേറ്റർ എന്ന് പറയും. എൻ്റെ ചെറുപ്പത്തിലൊക്കെ തിയേറ്ററല്ല, ചന്തയായിരുന്നു. അപ്പോൾ ആ സ്ഥലം പിന്നെ ഒരു ശോഭാ തിയേറ്ററായി. പിന്നെ അവിടെ വേറെ എന്തൊക്കെയൊക്കെ വന്നു, പിന്നെ വീണ്ടും തിയേറ്റർ വന്നു. ഇപ്പോൾ ഒന്നുമില്ല അവിടെ. അപ്പോൾ ആ ഭാഗത്തെത്തി. ഇതിൻ്റെ അടിയിൽ ഓണറാണ്, ഞങ്ങൾ 2-ാം നിലയിലാണ്. അവർക്ക് മക്കളൊന്നുമില്ല. അപ്പോൾ അതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ട്. മക്കളില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടല്ല, പിള്ളേർ കളിക്കുന്നത്, പിള്ളേർ ഓടുന്നത്, അങ്ങനെയൊക്കെ. പേരക്കുട്ടിൻ്റെ തലയിൽ അതെടുത്ത് മുട്ടിയതാണ്. ഇതാ അമ്മക്കാർ ഇതാ നോക്കി കൊടുക്കുന്നുണ്ട്, കണ്ട. ഹായ് പറ. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. റോഡ് സൈഡാണ് വീട്. നമുക്ക് ബസ്സിനും കാര്യങ്ങളൊക്കെ നല്ലതൊക്കെയാണ്. ഇവിടെ നിന്ന് ഗവൺമെൻറ് ആശുപത്രിക്ക് അടുത്താണല്ല. പക്ഷേ വീട്ടുകാർ വല്ലാത്തൊരു എന്താ പറയുക, നമ്മൾ 6000 ഉറുപ്പികയാണ് 2 ബെഡ്റൂം, കിച്ചൺ, ഒരു ഹാളൊക്കെ ഉണ്ട്, സൗകര്യമൊക്കെ ഉണ്ട്, നല്ല വീടാണ്, കുഴപ്പമില്ല. പക്ഷേ 6000 ഉറുപ്പിക എന്നാലും കുഴപ്പമില്ല പറഞ്ഞിട്ട് വന്നതാണ്. പക്ഷേ സമാധാനമില്ല. കാരണം ഇങ്ങനെ നമ്മൾ 6 മണിയായി കഴിഞ്ഞാൽ പടി അടയ്ക്കും എന്നൊക്കെ പറയുന്നത്. നമ്മുടെ കുട്ടികളൊക്കെ വരണമെങ്കിൽ 1:30 പണി, 1 മണിയൊക്കെ കഴിഞ്ഞിട്ട്, 1 മണി കഴിയുമ്പോൾ തന്നെ 6 മണിയാകും. ഒത്തിരി ദൂരെയാണെങ്കിൽ അവിടെ നിന്ന് വീണ്ടും വരാൻ സമയമാവില്ലേ. അപ്പോൾ അതിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. എന്താ ചെയ്യാമെന്നറിയില്ല. പണ്ടുള്ളവർ പറയണതൊക്കെ എന്താണ്, സ്വന്തം വീടുള്ളവർക്ക് 1 വീടും, വീടില്ലാത്തവർക്ക് 1000 വീടെന്ന്. പക്ഷെ 1000 വീടൊക്കെ ഉള്ളത് സത്യം തന്നെയാണ്. പക്ഷെ നമ്മൾ തിരഞ്ഞ് നടക്കുമ്പോൾ നമുക്ക് വീടൊന്നും കിട്ടില്ല. അങ്ങനെയായിട്ടിരിക്കുന്നു. ഇപ്പോൾ ജോലിക്ക് പോയിട്ട് 1 മാസമായി. അപ്പോൾ 1-ാം തീയതി തൊട്ടിട്ട് തന്നെ പോകാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഈ കണ്ണൊന്ന് ഓപ്പറേഷൻ കഴിഞ്ഞാൽ 2 വ്യത്യാസമല്ല. എനിക്ക് നോക്കുമ്പോഴൊക്കെ വ്യത്യാസമുണ്ട്. ഈ കണ്ണങ്ങനെ മൂടിയിട്ടേ ഇനിയിപ്പോൾ ഓണത്തിന് ലീവ് എടുത്തിട്ട് കണ്ണ് ഓപ്പറേഷൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. എന്താ ചെയ്യുക, നമ്മളെ സഹായിക്കാൻ ആരുമില്ല. നമുക്കൊരു സ്വന്തം വീടിന് അത് പറയാറുണ്ട്. പക്ഷെ വീണ്ടും പറഞ്ഞിട്ട് അതൊരു ബുദ്ധിമുട്ടാക്കല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തണം. ഇന്നത്തെ വിശേഷങ്ങൾ ഇതാണ്. ഞങ്ങൾ വീട് കുറേ അന്വേഷിച്ചിട്ട് വന്നു കഴിഞ്ഞിട്ട് ആ ചായക്കടയിൽ പോയിട്ട് ചായ കുടിക്കാനിരിക്കുമ്പോഴേക്ക് ഇവരിൻ്റെ 2 പിള്ളേർ വന്നു. അങ്ങനെ അവർക്ക് ഓരോ പപ്സൊക്കെ കൊടുത്തിട്ട് 1 പാക്കറ്റ് പാലും ഒഴിച്ചിട്ട് വന്നിട്ട് ഇതാ ചായ വെച്ചിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നു. ചായ പാലാണെങ്കിലും എല്ലാവർക്കും, പാൽപ്പൊടിയാണെങ്കിലും